നമുക്ക് ഭൂമിയുടെ കഥ കേട്ടാലോ? ഏകദേശം അരക്കോടി വർഷങ്ങൾക്ക് മുമ്പ് അസാധാരണമായ എന്തോ ഒന്ന് രൂപം കൊള്ളാൻ തുടങ്ങി. വാതകത്തിൻ്റെയും പൊടിയുടെയും കറങ്ങുന്ന അനന്തശൂന്യതയിൽ നിന്നും നാം അറിയുന്ന ഭൂമി അവതരിച്ചത് അത്ഭുതം തന്നെയാണ്. ഇന്ന് നമുക്ക് ജീവൻ നൽകുന്ന ഈ പ്രകൃതി ഏകദേശം 4.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു പൊടിക്കൂമ്പാരമായിരുന്ന ആകാശഗംഗയിലെ വൃന്ദത്തിൽ നിന്ന് രൂപം കൊണ്ട ഒന്നാണ്. പ്രചണ്ഡമായ ആകർഷണശക്തിയുടെ കീഴിൽ ആ പൊടിയും വാതകവും കൂടി ഉയർന്ന് ഭൂമി എന്ന ആ ഗോളത്തിൻ്റെ രൂപം തെളിയാൻ തുടങ്ങി. ആദ്യ ഭൂമി ഉരുകിപ്പൊള്ളുന്ന നരകം പോലെയായിരുന്നു. ചൂട്, അഗ്നിപർവ്വതങ്ങൾ, ഉന്മാദപൂർണമായ ആസ്ട്രോയ്ഡ് പെയ്യൽ. പിന്നീട് വെള്ളമെത്തി. ജീവിതം സംഭവിക്കാൻ സാധ്യതയുണ്ടായി തുടങ്ങി. കാലക്രമേണ ഉപരിതലം തണുത്തു. പ്രകൃതിയുടെ അഗാധമായ രഹസ്യത്തിൽ ജീവന്റെ ആദ്യ നാമ്പുകൾ തുടിച്ചു. ഇത് നമ്മുടെ കഥയാണ്. ജ്വാലയും പൊടിയും കൊണ്ടുള്ള ഉദ്ഭവം, ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും തുടക്കം. അതെ, ഇത് ഭൂമിയാണ്. ഭൗമാന്തരീക്ഷത്തിലെ മാറ്റങ്ങളാണ് കാലാവസ്ഥ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൂടുള്ളതോ തണുത്തതോ നനഞ്ഞതോ വരണ്ടതോ എന്ന് നമുക്ക് കാലാവസ്ഥയെ തരംതിരിക്കാം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശം, ഉയരം, കടലിനടുത്തുള്ള സ്ഥാനം, കടൽ പ്രവാഹങ്ങൾ, കാറ്റിൻ്റെ ദിശ എന്നിവ. ഇവയെല്ലാം ചേർന്നാണ് ഭൂമിയിലെ ഓരോ സ്ഥലത്തിൻ്റെയും കാലാവസ്ഥയെ നിശ്ചയിക്കുന്നത്. ഒരു മേഖലയിൽ വർഷങ്ങളായി തുടരുന്ന ശരാശരി കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനമാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥയിൽ പ്രകടമായ വ്യതിയാനങ്ങളാണ് സമീപ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല പ്രദേശങ്ങളിലും സമുദ്രനിരപ്പുയരൽ, ഉഷ്ണശീത തരംഗങ്ങൾ, മിന്നൽ പ്രളയം, വരൾച്ച, കാട്ടുതീ, മഞ്ഞുരുകൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതം ഏറ്റവും പ്രകടമായി ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന പ്രദേശമാണ് കേരളം. 2018 ചെങ്ങന്നൂരിലെ മിന്നൽ പ്രളയം, 2019 പാലക്കാട് വരൾച്ച, കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ, 2021 കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ മുതൽ 2024 മുണ്ടക്കയിൽ ചൂരൽമല ഉരുൾപൊട്ടൽ വരെ ഇത് എത്തി നിൽക്കുന്നു. എന്താണ് ഉരുൾപൊട്ടൽ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ അതിതീവ്ര മഴയിൽ ഭൂമിയിൽ ജലം സംഭരിക്കപ്പെടുകയും അതിമർദ്ദം മൂലം ഭൂഗുരുത്വാകർഷണതയിൽ ഭൂസ്ഥിരത നഷ്ടപ്പെട്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണ്, ഉരുളൻ പാറകളും ചരലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ ത്വരിതഗതിയിൽ താഴേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇതായിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും സംഭവിച്ചത്. തുള്ളിക്കൊരു കുടം എന്നതുപോലെ തുടർച്ചയായി പെയ്ത ചാറ്റൽ മഴ പേമാരിയിലേക്ക് വഴിമാറിയപ്പോൾ ഈ സുന്ദരമായ ഭൂപ്രകൃതി തന്നെ ഒരു വില്ലൻ പരിവേഷമണിയുകയായിരുന്നു. മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസമായിരുന്നു ഇവിടെ ആ വില്ലൻ. അന്ന് ജൂലൈ 30. കഴിഞ്ഞ 48 മണിക്കൂറായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന തോരാത്ത മഴ. സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ കുഞ്ഞുങ്ങളുമായി അന്തിയുറങ്ങിയ ഒരു ജനതയുടെ മുകളിലേക്ക് കൂറ്റൻ പാറകൾ ഇളകി വീണു. പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമറ്റത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടായി. ഇതിൻ്റെ തീവ്രതയിൽ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുണ്ടക്കയിലേക്കും ചൂരൽമലയിലേക്കും ഉരുൾജലവും പാറകളും ഒഴുകിയെത്തി. ഇതിൻ്റെ ആഘാതത്തിൽ ചൂരൽമല പാലം തകർന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഒറ്റപ്പെട്ടു. രക്ഷാദൗത്യം കൂടുതൽ ദുർഘടമായി. നീതുവാണ് ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂട്ടോ. സാറ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ എക്സിക്യൂട്ടീവായ നീതു ജോജയുടെ ഈ പരിഭ്രാന്തി നിറഞ്ഞ SOS കോളിലൂടെയാണ് വൻ ഉരുൾപൊട്ടലിനെ കുറിച്ച് അധികാരികൾ ആദ്യം അറിയുന്നത്. ഓഗസ്റ്റ് 3 രക്ഷാപ്രവർത്തകർ നീതുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തു. മനോഹരമായ ഒരു സ്കൂളായിരുന്നു വെള്ളാർമല GVHSS. ഇത്രയും സ്നേഹമുള്ള ആളുകളും അവരുടെ കുട്ടികളും നിറഞ്ഞ ശാന്തമായ ഗ്രാമം. വർഷങ്ങളായി അവർ ശേഖരിച്ചു വെച്ച എല്ലാ സന്തോഷവും ആ ഒറ്റ രാത്രിയിൽ ഇല്ലാതായി.
ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറായ മേഘശ്രീ IASന്റെ നേതൃത്വത്തിൽ രക്ഷാ ദൗത്യ സംഘം രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെയും കേരള സർക്കാരിൻ്റെയും സാങ്കേതിക സഹായം ലഭ്യമാക്കിക്കൊണ്ട് മികച്ച ഏകോപനത്തോടെയും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സാധിച്ചു. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും സമർപ്പിതവും വേഗത്തിലുള്ളതും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതുമായ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നാണ് വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ നടന്നത്. സൈന്യത്തിന്റെ തന്ത്രപരമായ ആസൂത്രണത്തിലും നിർവഹണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. പ്രകൃതിയുടെ രൗദ്രതാണ്ഡവത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമലയിലും മറ്റു ദുരന്തബാധിത പ്രദേശങ്ങളിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു തണലായി എത്തിച്ചേർന്നു. വയനാടിന്റെ ദുരിതകാലത്ത് ബഹുമാനപ്പെട്ട MP രാഹുൽ ഗാന്ധി അവർകൾ ഒരു കൈത്താങ്ങായി ഒപ്പമുണ്ടായിരുന്നു. ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകി. പുനരധിവാസത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന മന്ത്രിതല സമിതിയിൽ റവന്യൂ മന്ത്രി K. രാജൻ, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്, വനമന്ത്രി AK ശശീന്ദ്രൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി OR കേളു, സ്ഥലം MLA T. സിദ്ദിഖ് എന്നിവർ ഉൾപ്പെടുന്നു. ഏകദേശം 700 സൈനികർ, സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയ ദുരന്ത നിവാരണ സേന, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ, വിവിധ യുവജന സംഘടനകൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ വൻതോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സൈന്യത്തിന്റെ പ്രതികരണം വേഗത്തിലായിരുന്നു. മണ്ണിടിച്ചിലിന്റെ 2 ദിവസങ്ങൾക്കു ശേഷം ഓഗസ്റ്റ് 1 മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഓഫ് ദി ആർമിക്ക് മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന 190 അടി നീളമുള്ള ബെയിലി പാലം നിർമ്മിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 45 വർഷത്തിനിടെ ഈ മേഖലയിൽ ഒരു ദിവസത്തെ കനത്ത മഴയുടെ തീവ്രത ഏകദേശം 17% വർദ്ധിച്ചതായി പഠനം തെളിയിച്ചു. ഇന്നത്തെ കാലാവസ്ഥയിൽ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 1.2 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ അളവിലുള്ള ഒരു സംഭവം ഏകദേശം 50 വർഷത്തിലൊരിക്കൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2014 2020 ഇടയിൽ രാജ്യത്തുണ്ടായ 3656 മണ്ണിടിച്ചിലുകളിൽ 60%-ലധികവും കേരളത്തിൽ ആയിരുന്നു എന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ മനുഷ്യന്റെ ഇടപെടലിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിലിൻ്റെ സ്ഥാനവും അത് സംഭവിച്ച രീതിയും ഭൂപ്രകൃതിയുടെ സാധ്യതയെ എടുത്തു കാണിക്കുന്നു. സമഗ്രമായ ഒരു ഉരുൾപൊട്ടൽ നിരീക്ഷണത്തിൻ്റെയും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെയും ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഒരു ചെറിയ മുന്നറിയിപ്പ് സമയം പോലും നിർണായകമാകാം. മനുഷ്യജീവനുകളുടെയും സാമ്പത്തിക നഷ്ടത്തിൻ്റെയും കാര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന് വളരെ ചിലവേറിയതായി മാറിക്കൊണ്ടിരിക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തിൽ മാത്രം സംസ്ഥാനത്തിന് 40,000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കേണ്ടത് നിർണായകമാണ്. കാലാവസ്ഥാ പൊരുത്തപ്പെടൽ തന്ത്രങ്ങളിൽ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണം. ഫലപ്രദമായ ഒരു മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനത്തിൽ 4 പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട്: ക്രമീകരണം, മോഡലിംഗ്, മുന്നറിയിപ്പ്, പ്രതികരണം. ക്രമീകരണത്തിൽ സംഘടനാ ഘടന, പങ്കാളികൾ, ഉത്തരവാദിത്തങ്ങൾ, അപകടതരങ്ങൾ എന്നിവ നിർണ്ണയിക്കപ്പെടേണ്ടതുണ്ട്. മോഡലിംഗ് സംവിധാനത്തിൽ മഴയുടെ അളവിൻ്റെ നിരീക്ഷണം അഥവാ റെയിൻഫാൾ മോണിറ്ററിംഗ്, മണ്ണിൻ്റെ ഈർപ്പം നിരീക്ഷണം, ഗ്രൗണ്ട് മൂവ്മെൻറ്റ് സെൻസേഴ്സ്, ഡാറ്റ വിശകലനം എന്നിവ ഉൾപ്പെടുന്നു. മുന്നറിയിപ്പ് ഘട്ടത്തിനായി അലേർട്ട് ലെവലുകളും അറിയിപ്പ് പ്രോട്ടോക്കോളും സ്ഥാപിക്കേണ്ടതുണ്ട്. പ്രതികരണ സംവിധാനത്തിൽ ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ, സ്ഥലം മാറ്റ പദ്ധതികൾ, മാധ്യമ ഇടപെടൽ, പൊതു അവബോധ തന്ത്രങ്ങൾ എന്നിവയുടെ രൂപരേഖ നൽകുന്നു. വിജയകരമായി നടപ്പിലാക്കുന്നതിന് ഈ ഘടകങ്ങളുടെയെല്ലാം വ്യവസ്ഥാപിതമായ ഏകോപനം ആവശ്യമാണ്. മറ്റൊരു പ്രധാനമായി വിരൽ ചൂണ്ടേണ്ട വിഷയമാണ് മതിയായ ഷെൽട്ടറുകൾ. എവിടെ എങ്ങനെ മാറണമെന്നറിയാത്തതിനാൽ ആളുകൾ പുറത്തേക്ക് പോകാൻ മടിക്കുന്നു. ശരിയായ ഷെൽട്ടറുകളും സ്ഥിരമായ ഷെൽട്ടറുകളും ലഭ്യമാക്കേണ്ടതുണ്ട്. മികച്ചതും വലുതും കൂടുതൽ കാര്യക്ഷമവുമായ ഷെൽട്ടർ സൗകര്യങ്ങൾ നാം ഉറപ്പാക്കുകയും സമൂഹത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുകയും വേണം. ദീർഘകാലാടിസ്ഥാനത്തിൽ അത്തരം ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ
വരും കാലങ്ങളിൽ നമ്മുടെ പ്ലാനിങ്ങിലും ബഡ്ജറ്റിലും പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. വയനാട് ഒരു പാഠമാണ്. അതിജീവനത്തിൻ്റെ മേഖലയിൽ കുറേയധികം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ ദുരിതത്തിൽ തളരാതെ ചൂരൽമല ഇന്ന് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഇവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുകയാണ്. ഈ പോരാട്ടത്തിൽ സർക്കാരും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒത്തുചേർന്ന് ഒരു പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കേരള സർക്കാരിൻ്റെ സഹായം കൈകോർത്ത് എന്ന ആശയത്തോടെ വയനാട് വീണ്ടും പുനർജീവിതമാകുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഭൂമി ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകി. ജീവനോപാധി ഉറപ്പാക്കുന്നതിന് എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുവാൻ കഴിയും വിധം അതിജീവിതർക്ക് നഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ അടുത്തായി കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പു നൽകുകയാണ് പുനരധിവാസ ടൗൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. വിവിധ തലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, ദുരന്തബാധിതർ എന്നിവരുമായി കൂടിയാലോചിച്ച് സാങ്കേതിക സമിതി കണ്ടെത്തിയ 9 സ്ഥലങ്ങളിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച സാങ്കേതിക സമിതി പഠനം നടത്തിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്തത്. പുനരധിവാസത്തിനായി കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമി ദുരന്ത സാധ്യതാ മേഖലയ്ക്ക് പുറത്താണെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ ഭൂമി കണ്ടെത്തിയത്. ചൂരൽമലയിലെ ഓരോ പുനരധിവാസ പ്രവർത്തനവും പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമാണ്. ദുരന്തത്തിൻ്റെ കറുത്ത ദിനങ്ങളെ അതിജീവിച്ച് ഈ ഗ്രാമം വീണ്ടും പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല നാളെ സ്വപ്നം കാണുകയാണ്. കേരള സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ വയനാട് അതിൻ്റെ ദുരിതങ്ങളെ അതിജീവിച്ച് പുനർജനിക്കുകയാണ്. ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ വയനാട് അതിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും, തീർച്ച.